ശിവശങ്കർ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു വിശദീകരണമാകാം. മുമ്പില്ലാത്ത സഹായം BJP-യിൽ നിന്ന് കോൺഗ്രസിന് ഉണ്ടാവും എന്നാണ് താങ്കൾ പറഞ്ഞതെന്നാണ് അരുൺകുമാർ പറയുന്നത്. അങ്ങനെയാണോ? കോൺഗ്രസിന്റെ സർക്കാർ CPM-ന്റെ സർക്കാരിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട സർക്കാർ ആയിരിക്കുമോ? നിർഭാഗ്യവശാൽ ശ്രീ അരുൺ അദ്ദേഹം പ്രഗത്ഭനായ വക്കീലാണ്. പക്ഷേ നീതി നൽകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് BJP പ്രതിനിധികൾക്ക് ഒരല്പം മോശപ്പെട്ട നീതിയും മറ്റു പലർക്ക് കുറച്ചുകൂടി കടന്ന നീതിയുമാണ് നൽകുന്നത്. അദ്ദേഹം സതീശൻ പോയിട്ട് മുഖ്യമന്ത്രി പോയിട്ട് മുൻ മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ പോയാൽ അത് വളരെ ജനാധിപത്യം, അത് കാരശ്ശേരിമാർക്കും അത് ജനാധിപത്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സന്ദർഭമാണ്. പക്ഷേ ഞാൻ എന്തെങ്കിലും പുകഴ്ത്തിക്കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായ ലാക്കാണ് എന്നതാണ് പറയുന്നത്. ഇത് എനിക്കും മനസ്സിലാകുന്നില്ല, അഭിലാഷം മനസ്സിലായെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞു തരാം. അതിന് ചരിത്രമുണ്ട് കേട്ടോ. കാരണം ഒരു മന്ത്രി, കേരളത്തിലൊരു മന്ത്രി മറ്റൊരു സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ പോയതിന് രാഷ്ട്രീയ അയിത്തവും മാധ്യമ വിചാരണയും നേരിട്ട നാട് കൂടിയാണ്. അയാൾ ഇപ്പോഴും ഉണ്ട്. ഈ ക്യാബിനറ്റിലുള്ള അത്തരത്തിലുള്ള രാഷ്ട്രീയ അയിത്തമൊക്കെ കൽപ്പിക്കുന്ന ആളുകൾക്ക് ഇത്തരം എന്തോ അല്ല, ഈ ക്യാബിനറ്റിലും ഉണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞതാ. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാനപ്പോൾ അതെ 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 അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ക്യാബിനറ്റിലുണ്ട്. അപ്പോൾ അത്തരം ആളുകളെല്ലാം ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കാണാൻ പോയാൽ തന്നെ വളരെ പാപമാണ്. ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെയും കോൺഗ്രസ് സർക്കാരിനെയും സഹായിക്കുകയും പോസിറ്റീവായിട്ട് കാണുകയും ചെയ്താൽ മഹത്തരമായ കാര്യം. കാരശ്ശേരി മാഷ് വളരെ നല്ല ഭാഷയിൽ അത് പറഞ്ഞു. അത് ശ്രീ CPM-ൻ്റെ അരുണിന് അത് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ എന്തെങ്കിലും ഗ്രാൻഡ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ചെറിയ സംശയം അഭിലാഷനുമായി. ഇനി ഞാൻ എന്തെങ്കിലും ഹോം ഗ്രീൻ കുട്ടിച്ചാത്തായ നമ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ അതിനൊന്നിനുമില്ല. പക്ഷേ സത്യം അങ്ങനെയല്ല. കണക്കുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുകൂടിയാണ്. നമുക്കറിയാം വേതനം 21,000 രൂപ ആക്കിയാൽ ജിൻഡോ ജോൺ ആക്കുന്നാണ് ഉറപ്പ് പറഞ്ഞേക്കണം. അങ്ങനെയാണ് ഏതാണ്ട് 500 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെക്കേണ്ടി വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആരോഗ്യ സുരക്ഷാ പദ്ധതി KASAP KSP 90 കോടിയാണ് ഇപ്പം ബഡ്ജറ്റിൽ വെച്ചേക്കുന്നത്. ഏതാണ്ട് 42 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് 5 ഇരട്ടി വേണ്ടി വരും. 25 ലക്ഷമായി ഉയർത്തുകയും അത് സാർവത്രികമായി 1 കോടി വരുന്ന കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും മാറ്റിവെച്ചാൽ ഏതാണ്ട് അപ്പോൾ 5 ഇരട്ടിയൊന്നും ഇല്ലെങ്കിലും ഏതാണ്ട് 4000 കോടി രൂപ അതിനും വേണ്ടി വരും എന്നത് പറയുന്നു. മാത്രമല്ല ഇത് അനാവശ്യ ചികിത്സ ഇത്തരം സംസ്ഥാനങ്ങളിൽ അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അനാവശ്യ ചികിത്സയും മറ്റുള്ള ക്ലെയിമുകളും എല്ലാം കൂടുതൽ വരും. അത് ചികിത്സാ പദ്ധതികളെ പൂർണ്ണമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ പറഞ്ഞല്ലോ വിദ്യാർത്ഥികൾക്ക് 1000 രൂപ നൽകിക്കഴിഞ്ഞാൽ 42% വിദ്യാർത്ഥിനികളുടെ എണ്ണം. അത് തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. അത് ഏതൊക്കെ കോളേജിൽ ഏത് കോളേജ് വരെ 2 ലക്ഷവും 25 ലക്ഷവും കോടികളും ക്യാപിറ്റേഷൻ നൽകുന്ന കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കും ഈ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1000 രൂപ വെച്ച് നൽകുമോ? ആർക്കൊക്കെ ആയിരിക്കും നൽകുക എന്നുള്ളതിലൊക്കെ വലിയ കൺഫ്യൂഷൻ ഉണ്ട്. എന്നിരുന്നാലും അതും എത്രയേറെ കോടികൾ വരും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സംരംഭകർക്കുള്ള പദ്ധതി അത് നേരെ പലിശ നമ്മൾ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരും. അത് ആർക്കൊക്കെ എല്ലാവർക്കും കിട്ടുമോ? അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് പലിശ നൽകിയാലും അതല്ലെങ്കിൽ അതിൻ്റെ പലിശ അല്ലാതെ മുതൽ മുടക്ക് മുടങ്ങിയാലും സംസ്ഥാന സർക്കാരിൻ്റെ കണ്ടിൻജന്റ് ഫണ്ടിലേക്ക് ആ ഫണ്ട് വരും. ഇതെല്ലാം കൂടെ കൂടിയിട്ട് നിങ്ങൾ റബ്ബറിന് 300 രൂപയാക്കുന്നു. ഇതിനെല്ലാമുള്ള വരുമാനം എവിടെ? ഞാനതാ നേരത്തെ ചോദിച്ചത്. നിങ്ങളുടെ വരുമാനവും കൂടി നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊരു സാധാരണ ധാരണ ഇപ്പോൾ എക്കണോമിക്സിൽ PhD ഒക്കെ കിട്ടിയിട്ടുള്ള ജിൻഡോ ജോൺ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴുള്ളവർക്ക് അത് മനസ്സിലായേനെ. ഞങ്ങൾക്കത് പറഞ്ഞ് ഞങ്ങളുടെ അണികളെയും പറഞ്ഞു നിർത്താമായിരുന്നു. പക്ഷേ ഒരു കാര്യം, ഞങ്ങൾ സമരം ചെയ്തത് സാർവത്രികമായി KSRTC നടക്കുന്നതിനെല്ലാം നിങ്ങൾ തെറ്റായ രീതിയിൽ 15-ാം തീയതി ഇവിടെ വനിതകൾക്ക് കൂടുതൽ ഫ്രീ ആയിട്ട് യാത്ര നൽകുമെന്ന് പറഞ്ഞതിനാണ്. അല്ലാണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ സാർവത്രികമായി യാത്ര നൽകുമെന്നോ അല്ലെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് മാത്രമാക്കണോ എന്നുള്ളതല്ല. അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഈ പറയുന്ന വരുമാനം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഒരൊറ്റ കാര്യം കൂടി, കേരളത്തിൽ വരുമാന വർധനവിന് നിങ്ങളുടെ പദ്ധതികൾ എന്താണ്? അത് ഒരു വൈറ്റ് പേപ്പർ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതൊന്നും നാടകീയമായി നടക്കാൻ സാധ്യതയില്ല എന്ന് പറയാനാണോ നിങ്ങളുടെ പ്ലാൻ? അതല്ല, മറിച്ച് ഈ മറ്റ് ഇപ്പം നിങ്ങൾ ഗുജറാത്തിലേക്ക് പോകണ്ട, ഒറീസയിൽ നോക്കൂ. അവിടെ 60% വരെ തനത് വരുമാനം വരുത്തിയിട്ട് പോലും അവർ ഇത്തരം കാര്യങ്ങൾ നടക്കാതെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടെയല്ലേ നിങ്ങൾ വിജയം വരിക്കേണ്ടത്? നിങ്ങൾ ഒരു സാധാരണ എക്കണോമിക്സിൽ പറയുന്ന കാര്യമുണ്ടല്ലോ, ഒരു വ്യക്തി അയാൾക്ക് ഒരു ദിവസം ഒരു ചുട്ട ചാള കൊടുക്കുകയാണോ അവന് ചൂണ്ട കൊടുക്കുകയാണോ നല്ലത് എന്ന് ചോദിച്ചാൽ ചൂണ്ട കൊടുക്കുകയാണോ അവന് ലോങ് ടൈമിലേക്ക് നല്ലത്. കാരണം ഈ സംസ്ഥാനത്തെ സർക്കാരുകൾ നൽകുന്ന കിറ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പെൻഷനുകളും പദ്ധതികളും എല്ലാം
സംസ്ഥാന സർക്കാരിൻ്റെ എന്തോ വലിയ ഒരു ദാനമാണ് ഇവിടുത്തെ വോട്ടർമാർക്ക് എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും വോട്ടർമാരുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് കിറ്റ് മേടിച്ച് നക്കിയിട്ടിട്ട് വല്ലവനും വോട്ട് ചെയ്തു എന്ന ഒരു ഭാഷ പറഞ്ഞ ഒരു മുൻ മന്ത്രിയും രാഷ്ട്രീയ നേതാവും എൻ്റെ ബഹുമാനപ്പെട്ട ഈ പാനലിസ്റ്റിൻ്റെ നേതാവായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാതെ സാധാരണ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ആവശ്യമില്ലാത്ത തരത്തിലേക്ക് അവരെ എത്തിക്കുവാനായിട്ടുള്ള സാമ്പത്തിക പദ്ധതികളാണ് നടപ്പിലാക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ തുടക്കം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.